എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിങ്ങമാസത്തിലെ അത്തം. പൂക്കളിടാനുള്ള പൂക്കൾ എപ്പോഴും ആദ്യ ദിവസത്തേത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും. എല്ലാ വർഷവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്തത്. പക്ഷെ മഴ ഉള്ളത് കൊണ്ട് ഒരുപാട് പൂക്കളൊന്നും നമുക്ക് കിട്ടിയില്ല. എന്തോ ഭാഗത്തിന് വെള്ളയും മഞ്ഞയും നിറത്തിലുള്ള പൂക്കളുണ്ടായിരുന്നു. അത് കുറേയൊക്കെ എനിക്ക് കളക്ട് ചെയ്യാനും പറ്റി. സ്വതവേ ഞാൻ കേട്ടിട്ടുണ്ട്, പഴമക്കാർ പറഞ്ഞിട്ടുള്ളൊരു അറിവാണ് കേട്ടോ. നമ്മൾ അത്തത്തിൻ്റെ അന്ന് കൂടുതലും ഉപയോഗിക്കേണ്ട പൂക്കൾ എന്നത് വെള്ള നിറത്തിലും മഞ്ഞ നിറത്തിലുള്ളതായിരിക്കണം എന്ന്. കാരണം നമ്മൾ ഓണത്തിന് വരവേൽക്കുന്നത് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സമൃദ്ധിയോട് കൂടിയിട്ടും ആയിരിക്കണം എന്നാണല്ലോ. അതുകൊണ്ടായിരിക്കാം. വെള്ള എന്ന് പറയുന്നത് ശാന്തിയും സമാധാനവും സന്തോഷവും, അതേപോലെ മഞ്ഞ എന്ന് പറയുന്നത് സമൃദ്ധിയും അതേപോലെ പ്രോസ്പാരിറ്റീനെയും റിപ്ലിക്കേറ്റ് ചെയ്യുന്ന കളേഴ്സ് ആണല്ലോ. മേ ബി അതുകൊണ്ടായിരിക്കാം. അങ്ങനെ അമ്മ ആണ് കളം എനിക്ക് തേച്ച് തന്നത്. എന്നിട്ട് അതിലേക്ക് തൃത്താപ്പൂവും വെച്ച് തന്നു. എന്നിട്ട് അമ്മ പ്രാർത്ഥിക്കാനായിട്ട് പോയി. പിന്നീട് ഞാനാണ് പൂക്കളൊക്കെ ഇട്ടത്. വിളക്ക് വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയാണ് മുറ്റമൊക്കെ നല്ലപോലെ അടിച്ച് കഴുകുന്നത്. ഓണം എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ ക്വാർട്ടേഴ്സിലൊക്കെ താമസിച്ചിരുന്ന കാലത്ത് അച്ഛൻ പൂക്കൾ കുറേ കൊണ്ടുവരും. കാരണം അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ആ ടൈമിൽ മാർക്കറ്റിൽ കയറി അച്ഛൻ കുറേ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് വരിക. ഞങ്ങളാണെങ്കിലും ഈ പറഞ്ഞ പൂക്കൾ സംഘടിപ്പിക്കാൻ പറ്റാവുന്ന രീതിയിലൊക്കെയും സംഘടിപ്പിക്കും. അങ്ങനെ ഭയങ്കര ഒരു ആഘോഷം ആണല്ലോ. ലൈക്ക് നമുക്ക് ആ ടൈമിൽ 10 ദിവസം ക്ലാസ് വെക്കേഷനാണ്. അപ്പോൾ ആ സമയം വീട്ടിലാണെങ്കിലും രാവിലെ എണീറ്റ് പൂക്കളിടുക. പൂക്കൾ എന്ന് പറയുമ്പോൾ കളർഫുള്ളായിട്ടുള്ള പൂക്കൾ. അപ്പം എല്ലാം എന്താ പറയുക, ഭയങ്കര സന്തോഷം നൽകുന്ന കുറച്ച് നിമിഷങ്ങളാണല്ലോ. അപ്പോൾ എല്ലാ വർഷവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരാം. നമുക്ക് ഈ പറഞ്ഞ ടൈമിൽ നമുക്ക് ഈ ആധികാരികമായിട്ടുള്ള കഥകളോ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല, മറിച്ച് ഓണം എന്ന് പറയുമ്പോൾ പൂക്കളിടുക, ഓണക്കോടി കിട്ടുക, അതേപോലെ തൃക്കാരപ്പന വയ്ക്കുക, ആർപ്പ വിളിക്കുക, അതുപോലെ ഓണസദ്യ, അങ്ങനത്തെ ഒരുപാട് ഓർമ്മകളാണ്. അതുപോലെ ആ ദിവസങ്ങളിൽ അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടിലേക്ക് നമ്മൾ യാത്ര പോവും. അവരെല്ലാവരും നമ്മൾ കാണും. ഇതൊക്കെയും ഭയങ്കര സന്തോഷം നൽകുന്ന നിമിഷങ്ങൾ കൂടിയാണല്ലോ. ഇതൊക്കെയാണ് ഓർമ്മ. ഓണം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഓർമ്മ ഇതൊക്കെയാണ് ബേസിക്കലി. ബാക്കിയുള്ള പൂവ് ഞാൻ വീടിനുള്ളിലുള്ള ഉരുളിയിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. ദൈവങ്ങൾക്ക് തന്നെയാണ്. പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ അമ്മയുടെ കൂടെ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സഹായിച്ചു. ഇപ്പോൾ ഡയറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡാണ് മെയിൻ. അപ്പോൾ ഇന്ന് ദോശയും ചട്നിയാണ് ഉണ്ടാക്കുന്നത്.
അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഉച്ചതിരിഞ്ഞിട്ട് വൈകുന്നേരം നമുക്കൊരു ലക്ഷ്മി ദേവി പൂജ ഉണ്ടായിരുന്നു. അമ്മയും ഞാനും കൂടിയിട്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു സന്ധ്യാനാമമൊക്കെ ചൊല്ലി. എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.